നമ്മളങ്ങനെ എക്സ്പൾസ് 210 എടുത്ത് 3 months കഴിഞ്ഞിരിക്കുകയാണ്. അറൗണ്ട് 3500 കിലോമീറ്റേഴ്സ് നമ്മൾ ഈ വണ്ടിയിൽ കവർ ചെയ്തു. പല പല സ്ഥലത്തേക്ക് നമ്മൾ യാത്ര പോയി. ഇനീഷ്യലി നമ്മൾ മൂന്നാർ പോയി, മേഘമല പോയി, പിന്നെ അതിരപ്പള്ളി, വാൽപ്പാറ എല്ലാം ഈ വണ്ടി പോയി. അതിനുശേഷം നമ്മളിപ്പോൾ ഊട്ടി, കൊത്തഗിരിയൊക്കെ പോയി, കിണ്ണക്കോരയൊക്കെ പോയി തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എക്സ്പൾസിൻ്റെ എന്ത് വീഡിയോസ് നമ്മൾ ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ അടിയിൽ കുറേ ആൾക്കാരുടെ കൺഫ്യൂഷൻസ്, കുറേ ആൾക്കാരുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വണ്ടി എങ്ങനെയുണ്ട്, ഇതിന് എൻജിൻ സൗണ്ട് ഉണ്ടോ, ടാപ്പറ്റ് സൗണ്ട് ഉണ്ടോ, എൻജിൻ സൈഡിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇതിന് എത്രയാണ് മൈലേജ് കിട്ടുന്നത്, വണ്ടിക്ക് കംപ്ലയിൻസ് ഉണ്ടോ, വണ്ടി എടുത്തു കഴിഞ്ഞാൽ പെടുവോ, പഴയ എക്സ്പൾസ് എടുക്കണോ പുതിയ എക്സ്പൾസ് എടുക്കണോ, പഴയ എക്സ്പൾസ് ആണോ പുതിയ എക്സ്പൾസിനേക്കാളും നന്നായിട്ട് ഓഫ് റോഡ് ചെയ്യാൻ പറ്റുന്നത്, ടൂറിങ്ങിന് ഈ വണ്ടി എങ്ങനെയുണ്ട്, ഇത് കുറച്ച് കംപ്ലയിൻസ് പിടിച്ച കുറേ ഇഷ്യൂസ് ഉള്ള ഒരു ഫെയിലിയർ ആയിട്ടുള്ള വണ്ടിയാണോ എന്നൊക്കെ പലർക്കും പല രീതിയിലുള്ള കൺഫ്യൂഷൻസും ഡൗട്ട്സും ഉണ്ട് എക്സ്പൾസ് 210 കുറിച്ച്. കാരണം എക്സ്പൾസ് 210 ഇറങ്ങിയിട്ട് ഇപ്പം കുറച്ചേ ആയിട്ടുള്ളൂ. കുറച്ച് പേരൊക്കെ അതിന് കംപ്ലയിൻസ് ഉണ്ടെന്ന് പറയുന്നു, എൻജിൻ്റെ സൗണ്ട് മാറിയതായിട്ടുള്ള വീഡിയോസ് കാണാൻ കഴിയുന്നു, അതുപോലെ തന്നെ ഇഷ്യൂസ് ഉണ്ടെന്നും ബ്രേക്ക് ഡൗൺ ആവുന്നെന്നും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെയാണ് നമുക്ക് ഓൺലൈൻ വഴിയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എക്സ്പൾസ് 210 3500 കിലോമീറ്റേഴ്സിന് ശേഷം ഉള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു പെയ്ഡ് റിവ്യൂ അല്ല, ഇതെൻ്റെ ഹോണസ്റ്റ് റിവ്യൂ ആണ്. ഈ വണ്ടി എനിക്ക് ഹീറോ ഫ്രീ ആയിട്ട് തന്ന വണ്ടിയൊന്നുമല്ല. ഞാൻ എൻ്റെ പേഴ്സണലി അധ്വാനിച്ച കാശ് കൊണ്ട് വാങ്ങിച്ച വണ്ടി കൂടിയാണ് എക്സ്പൾസ് 210. എൻ്റെ ഇത് 4ാമത്തെ എക്സ്പൾസ് ആണ്. ഞാൻ എക്സ്പൾസിൻ്റെ ഒരു വലിയ ഫാനാണ്. എക്സ്പൾസ് ഇറങ്ങിയ അന്ന് മുതൽ ഞാൻ എക്സ്പൾസ് വാങ്ങിക്കുന്നുണ്ട്. എക്സ്പൾസ് കാർബറേറ്റർ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അതിനുശേഷം എക്സ്പൾസ് 200 4V നമ്മൾ വാങ്ങിച്ചു. അതിനുശേഷം എക്സ്പൾസ് 200 4V OBD2 നമുക്ക് കിട്ടി. അതിനുശേഷമാണ് നമ്മൾ എക്സ്പൾസ് 210 എത്തിയത്. പഴയ എക്സ്പൾസ് വെച്ച് നോക്കുമ്പോൾ ഈ എക്സ്പൾസ് 210 എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ്ലി ഭയങ്കര ചേഞ്ചസ് കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ കൊണ്ടുവന്നേക്കുന്നത്. പഴയ എക്സ്പൾസ് വെച്ച് നോക്കുമ്പം കംപ്ലീറ്റ് ചേഞ്ചസ് ആണ് ഈ വണ്ടിക്കുള്ളത്. പഴയ എക്സ്പൾസായിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ എക്സ്പൾസ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ, എല്ലാ സാധനങ്ങളും ഇതിൻ്റെ മാറിയിട്ടുണ്ട്. എൻജിൻ ആയിക്കോട്ടെ, ടാങ്ക് ആയിക്കോട്ടെ, ചാസി ആയിക്കോട്ടെ, ഗിയർ ബോക്സ് ആയിക്കോട്ടെ, എല്ലാം മാറിയിട്ടുണ്ട്. കുറച്ച് കോമൺ കാര്യങ്ങൾ മാത്രമേ പഴയ എക്സ്പൾസും ഈ എക്സ്പൾസും വരുന്നുള്ളൂ. അതിനകത്ത് പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ OBD2ൻ്റെ ഹെഡ്ലൈറ്റ് തന്നെയാണ് ഈ വണ്ടിയിലേക്ക് വരുന്നത്. അതുപോലെ പിന്നെ ടയേഴ്സിൻ്റെ സൈസ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഒരേ റിമ്മാണ് വരുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബാക്കി എല്ലാം, പിന്നെ ഈ ചാർജിങ് യൂണിറ്റ്, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ പഴയ എക്സ്പൾസും പുതിയ എക്സ്പൾസും കോമൺ ആയിട്ടുള്ളൂ. ബാക്കി എല്ലാം എക്സോസ്റ്റ് വരെ എല്ലാ സാധനങ്ങളും പഴയ എക്സ്പൾസിൽ നിന്ന് പുതിയ എക്സ്പൾസിലേക്ക് വന്നപ്പോൾ ഭയങ്കര അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. സോ ഇനി വണ്ടി ഓടിക്കുമ്പോഴുള്ള പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. ഈ വണ്ടി എടുത്തിട്ട് എനിക്ക് ഇനീഷ്യലി തോന്നിയ ഏറ്റവും ആദ്യം നമുക്ക് പോസിറ്റീവ് എന്ന് തന്നെ സംസാരിച്ച് തുടങ്ങാം. ഈ വണ്ടി എടുത്തിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായി തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടൂറിങ് കേപ്പബിലിറ്റിയാണ്. പഴയ എക്സ്പൾസിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ടൂറിങ് കേപ്പബിൾ ആയിട്ടുള്ള മോട്ടോർ സൈക്കിളാണ്. ഈസി ആയിട്ട് നമുക്ക് പുഷ് ചെയ്ത് ഓടിക്കാൻ കഴിയുന്നൊരു മോട്ടോർ സൈക്കിളാണ്. ഒരു 80, 90, 100 ഈസി ആയിട്ട് നമുക്ക് ക്രൂയിസ് ചെയ്യാം. ഞാനിപ്പോൾ വേണമെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ഓപ്പൺ റോഡാണ്, അതുകൊണ്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കാണിക്കാം. 6th ഗിയറിൽ ഇപ്പോൾ 82-ലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ത്രോട്ട് കൊടുത്തിട്ടില്ല. ത്രോട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ കയറി അങ്ങ് പൊക്കോളും. .115 ഭയങ്കര ഈസി ആയിട്ടാണ് ഈ വണ്ടിയിൽ കയറുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാം, ഈ വണ്ടി നമുക്ക് കംഫർട്ടബിളായിട്ട് ഒരു 90, 100, 110 ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. നമുക്കൊരു ടോപ്പ് സ്പീഡ് നോക്കുവാണെങ്കിൽ ഒരു 140 വരെയാണ് എനിക്ക് ഈ വണ്ടിയിൽ ടോപ്പ് സ്പീഡ് ക്ലോക്ക് ചെയ്യാൻ പറ്റിയത്. ഞാനിപ്പോൾ ഈ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടൂറിങ് കേപ്പബിലിറ്റിയാണ്. ഇപ്പോൾ ഈ വണ്ടി കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ടൂർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പണ്ട് എക്സ്പൾസായിട്ട് ഒന്ന് കോയമ്പത്തൂർ വരിക, പാലക്കാട് വരിക, ഹൈവേസ് ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബോറിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പഴയ എക്സ്പൾസിൽ നമ്മൾ കൂടുതൽ യാത്ര ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൗണ്ടൻ റോഡ്സിലാണ്. മൗണ്ടൻ റോഡ്സിൽ പഴയ എക്സ്പൾസ് ഓടിക്കാൻ ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു നല്ല ഹൈവേസിലേക്ക് വരുമ്പം ആ എക്സ്പൾസ് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. ആ എക്സ്പൾസായിട്ടൊന്ന് കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. ഞാൻ ആ വണ്ടി കൊച്ചിയിൽ നിന്ന് ഗോവ വരെ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ടയറിങ് ജേർണി ആയിരുന്നു. നമ്മൾ വെറുത്ത് പോകും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പൾസ് ഹൈവേയിൽ ഓടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷേ ഈ വണ്ടി
അങ്ങനെയല്ല, ഈ വണ്ടി നല്ല സ്പീഡ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്കൊരു 80, 90, 100, 110 ഇടയ്ക്കൊരു ടോപ്പ് സ്പീഡൊക്കെ 140 വരെ അടിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള മോട്ടോർ സൈക്കിളാണ് എക്സ്പൾസ് 210. അതുകൊണ്ട് തന്നെ ടൂറിംഗ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് എക്സ്പൾസ് 200 വെച്ച് നോക്കുമ്പം എക്സ്പൾസ് 210 ഉള്ളത്. ഈ 6 സ്പീഡ് ഗിയർ ബോക്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര സ്മൂത്ത് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടാണ് വണ്ടി ഹൈവേസിൽ നമുക്ക് ഓടിക്കാൻ പറ്റുന്നതാണ് എക്സ്പൾസ് 210 ഞാൻ കാണുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ടൂറിങ് ആസ്പെക്ട്സിൽ നമ്മൾ പറയുമ്പോൾ പവറും ഗിയർ ബോക്സും മാത്രമല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നേക്കുന്നത്, അല്ലാതെ എർഗണോമിക്സും സസ്പെൻഷനും കുറച്ചും കൂടെ അടിപൊളിയായിട്ടുണ്ട് പഴയ എക്സ്പൾസ് വെച്ച് നോക്കുമ്പം. എർഗണോമിക്സ് പഴയ എക്സ്പൾസ് വെച്ച് നോക്കുമ്പം ഓൾമോസ്റ്റ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടബിളായിട്ട് ഇതിനകത്ത് ഇരുന്ന് ടൂർ ചെയ്യാൻ പറ്റുന്നുണ്ട്. സീറ്റ്സ് പഴയ എക്സ്പൾസ് വെച്ച് നോക്കുമ്പം കുറച്ചും കൂടെ ക്യുഷൻ ലെവലൊക്കെ കൂട്ടി കുറച്ചും കൂടെ അടിപൊളിയായിട്ടുണ്ട്. ഞാനിപ്പം പേഴ്സണലി ആ സീറ്റ് കണ്ടപ്പോൾ എനിക്ക് പഴയ എക്സ്പൾസിൻ്റെ പോലത്തെ സീറ്റ് തന്നെ ആയിരിക്കും, അതേ ക്യുഷൻ ലെവൽ തന്നെയാണ് ഫീൽ ചെയ്തത്. പക്ഷേ ഇപ്പോൾ കുറേ അധികം ദൂരെ യാത്രകൾ ചെയ്തു. ഇപ്പോൾ 3-4 ദിവസമായിട്ട് ഈ വണ്ടിയിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ചന്തിക്ക് വേദനയില്ല എന്ന് തന്നെ പറയാം. എനിക്കങ്ങനെ നടുവേദനയൊന്നും പഴയ എക്സ്പൾസ് ഓടിച്ചാലും വരാറൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനും നടുവേദനയില്ല. പക്ഷേ വരുന്നതെന്ന് പറയുന്നത് ചന്തിക്ക് ഭയങ്കര വേദന വരാറുണ്ട്. ആസ് പെയിൻ കുറച്ച് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. കുറേ നേരം ഇരുന്ന് ഓടിച്ച് കഴിയുമ്പം ചന്തി നല്ല വേദന എടുക്കാറുണ്ട്. പക്ഷേ ആ സീൻ ഈ വണ്ടിക്കില്ല. ഇത് പ്രോപ്പർലി സീറ്റ് അവർ എൻജിനീയറിങ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടബിളായിട്ട് എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സീറ്റ് നല്ലൊരു രീതിയിൽ ടൂറിങ് ഫ്രണ്ട്ലി ആക്കിയിട്ടുണ്ട് ഈ മോട്ടോർ സൈക്കിളിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഓഫ് റോഡ് സീറ്റ് ആക്സസറി ആയിട്ട് അവൈലബിൾ ആണ്. ആ ഓഫ് റോഡ് സീറ്റ് ഈ വണ്ടിയിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൂറിങ്ങിന് അത്ര നല്ലതായിരിക്കില്ല, ഓഫ് റോഡിങ്ങിന് ബെറ്റർ ആയിരിക്കും. അപ്പം ഈ ഒരു സ്റ്റോക്ക് സീറ്റ് ടൂറിങ്ങിന് കംഫർട്ടബിളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അറ്റ് ദ സെയിം ടൈം പില്ലൺ സീറ്റ് വലിയ കംഫർട്ടബിൾ ഒന്നും അല്ല. പില്ലണ ഇരുത്തി കൊണ്ടുപോകാൻ ഈ വണ്ടിയും കേപ്പബിൾ അല്ല, പഴയ വണ്ടിയും കേപ്പബിൾ അല്ല. ഇത് എപ്പോഴും ഒറ്റയ്ക്കിരുന്ന് ടൂർ ചെയ്യാൻ പറ്റിയൊരു മോട്ടോർ സൈക്കിളാണ്. ഈ 210 പുതിയ എൻജിൻ, കരിസ്മയുടെ എൻജിൻ ഈ വണ്ടിയിലേക്ക് വരുമ്പം അത്യാവശ്യം പവർ കാര്യങ്ങളൊക്കെ തരുന്നുണ്ടെങ്കിലും നമ്മളൊരു പില്ലണ ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പവർ കുറഞ്ഞ ഒരു ഫീലാണ് എനിക്ക് തോന്നിയേക്കുന്നത്. പില്ലണ വെച്ച് അധികം ലോങ് ഡിസ്റ്റൻസ് ടൂർ ചെയ്യാൻ പറ്റിയൊരു മോട്ടോർ സൈക്കിൾ അല്ല ഇത്. ഒറ്റയ്ക്ക് ടൂർ ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളാണ്. പിന്നെ ഇതിൽ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൺസോളാണ്. കൺസോളിൽ കുറേ അധികം കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് പല മോഡ്സ് ഉണ്ട്. റോഡ് മോഡ് ഉണ്ട്, ഓഫ് റോഡ് മോഡ് ഉണ്ട്, വേറെ റാലി മോഡ് ഉണ്ട്. അതുപോലെ തന്നെ കൺസോൾ ഇസ് ലൈക്ക് ഒരു പ്രീമിയം കൺസോൾ പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തേക്കുന്നത്. അതിനകത്ത് തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണിക്കുന്നുണ്ട്. നമുക്ക് എത്ര കറൻറ്റ് മൈലേജ് കിട്ടുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ളിൽ കാണിക്കും. പക്ഷേ ഇതിലെനിക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് നമ്മുടെ ഫോണായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഫോണായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഒരു പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാട്ട് ഇതിൻ്റെ ഉള്ളിൽ കാണിക്കും നമുക്ക്. അത് ആ പാട്ട് കാണിക്കുമെന്ന് മാത്രമല്ല, നമുക്ക് ആ പാട്ട് നമുക്ക് ഇവിടുത്തെ ജോയ്സ്റ്റിക്ക് വഴി ആ പാട്ട് നമുക്ക് മാറ്റാനും പ്രീവിയസ്ലി പാട്ട് പ്ലേ ചെയ്യാനും ഫോർവേഡ് പ്ലേ ചെയ്യാനും അതുപോലെ തന്നെ പാട്ട് ഇടയ്ക്കൊന്ന് പോസ് ചെയ്യണമെങ്കിൽ പോസ് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ നമ്മുടെ ഫോൺ ഇൻ്റർകോമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ഇതും നമ്മുടെ ഇതായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കോള് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നമുക്ക് ഈ സ്വിച്ചസ് വഴി അറ്റൻഡ് ചെയ്യാനും പാട്ട് കേൾക്കാൻ പറ്റുന്നതൊക്കെ എനിക്ക് ടൂറിങ്ങിൽ ഭയങ്കര കംഫർട്ടബിളായിട്ടാണ് തോന്നിയത്. എനിക്കിപ്പം നല്ല യാത്രകൾ പോകുന്ന സമയത്ത്, നല്ല മഴയതൊക്കെ അല്ലെങ്കിൽ നല്ല കോടയൊക്കെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ നല്ലൊരു ഹൈവേസിൽ പാട്ട് കേട്ട് യാത്ര ചെയ്യാന്ന് പറയുന്ന ഒരു അടിപൊളി കാര്യമാണ്. അതിപ്പോൾ ഹെഡ്സെറ്റിൽ പാട്ട് കേൾക്കുന്നതാണെങ്കിലും നമുക്ക് പാട്ട് ഇതിനകത്ത് കാണിക്കും, ആ പാട്ട് നെക്സ്റ്റ് അടിക്കാം, പോസ് ചെയ്യാം എന്നൊക്കെ പറയുന്നത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ കോൾ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം ഈ എക്സ്പൾസിൻ്റെ കൺസോളിൽ കാണിക്കുന്നതും ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് വേണ്ടാത്ത കോളാണെങ്കിൽ നമുക്ക് ഡിസ്മിസ് ചെയ്ത് കളയാം, അല്ല നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ട കോളാണെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാനും ഈ ഒരു കൺസോളിൽ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇൻബിൽഡ് മാപ്സും കൊടുത്തിട്ടുണ്ട്. മാപ്പ് മൈ ഇന്ത്യയുടെ മാപ്സാണ്, അതും ഹീറോയുടെ ആപ്പ് വഴി യൂസ് ചെയ്തിട്ട് ഇതിനകത്ത് കാണിക്കുന്നതാണ്. ആപ്പൊക്കെ പഴയ ഫോണിലും കാണിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ ബെറ്ററായിട്ട് ഒരു ഫീഡ്ബാക്കാണ് തരുന്നത്. ഒരു രസമുണ്ട്, ഒരു പ്രീമിയം ബൈക്കിൻ്റെ ഫീലാണ് എനിക്ക് ഇതിനകത്തേക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ടൂറിങ് ഈ വണ്ടി എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നി. ഈ വണ്ടി എടുക്കുന്നതിന് മുമ്പ് എനിക്കൊരു ചിന്തയുണ്ടായിരുന്നു, ഇനി വെറുതെ ഇങ്ങനെ എക്സ്പൾസ് തന്നെ എടുത്തുകൊണ്ടിരുന്നാൽ മതിയോ, വേറൊരു മോട്ടോർ സൈക്കിൾ വാങ്ങിക്കാമല്ലോ. ഇങ്ങനെ എക്സ്പൾസ് 210 എടുത്താലും അതിനത്ര വലിയ ടൂറിങ് കേപ്പബിലിറ്റീസ് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ ഈ വണ്ടി എടുത്തേ പിന്നെ ഞാൻ ടോട്ടലി ഹാപ്പിയാണ് ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് എൻ്റെ ടൂറിങ് സ്പീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80, 90, 100, 110 ഒക്കെയാണ്. ഇപ്പം ഞാൻ അത്ര സ്പീഡിൽ പോകാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ വ്ളോഗ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം കൂടുതൽ സ്പീഡ് പോയി കഴിഞ്ഞാൽ ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ഈ റോഡിൽ ഒരു 90, 100 ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗവൺമെൻറ് സ്പീഡ് ലിമിറ്റ് റൂൾ വെച്ച് 100 വരെ പോകും. അപ്പോൾ ആ ഒരു സ്പീഡിലായിരിക്കും
ഞാൻ യൂഷ്വലി ഹൈവേസിൽ ക്രൂയിസ് ചെയ്യുന്നത്. ആൻഡ് ഇൻ സം കേസസ് നമുക്കൊരു 120 ഒക്കെ പോകണമെങ്കിൽ 120 പോകാം. അതാണ് എൻ്റെ മാക്സിമം ലിമിറ്റ്. ഞാൻ ബൈക്സിൽ പോകുമ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ബൈക്കിൽ പോകുന്നത് ഡേഞ്ചറസ് ആണെന്നാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തേക്കുന്നത്. പക്ഷേ നല്ല റോഡുണ്ടെങ്കിൽ പോകാം. ഒരു 140 വരെയൊക്കെ ഇത് നമുക്ക് എത്തിക്കാൻ കഴിയും. പക്ഷേ ഒരു 120, 110 ഒക്കെ ഒരു സ്വീറ്റ് സ്പോട്ടാണ് ഈ വണ്ടിക്ക്. 100 കിലോമീറ്ററിൽ നമുക്ക് ഹോൾ ഡേ ട്രാവൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വണ്ടി ലോങ് ഡിസ്റ്റൻസ് ജേണിക്ക് പഴയ എക്സ്പൾസ് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ടൂറിങ് റിവ്യൂ കവറപ്പ് ചെയ്തു. ഈ വണ്ടി ടൂറിങ്ങിന് അത്ര കേപ്പബിൾ ആയതുകൊണ്ട് തന്നെ ഞാനതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ലെജൻഡറി കസ്റ്റംസിന് വേണ്ടിയുള്ള കുറച്ച് എനിക്ക് അത്യാവശ്യമെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. ഒരു ക്രാഷ് കാർഡ് കയറ്റിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു സാഡിൽ സ്റ്റേ കയറ്റിയിട്ടുണ്ട്. നമ്മുടെ ഹാൻഡിൽ ബാർ കുറച്ച് റേസ് ചെയ്തിട്ടുണ്ട്. വലിയ ഡിഫറൻസ് ഇല്ല, എന്നാലും കുറച്ചും കൂടെ എർഗണോമിക്സ് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആക്കിയിട്ടുണ്ട്. ഒരു മെറ്റാലിക് ബാഷ് പ്ലേറ്റ് കയറ്റിയിട്ടുണ്ട്. ഈ 4 സാധനങ്ങളാണ് ടൂറിങ്ങിന് കുറച്ചും കൂടെ കേപ്പബിൾ ആക്കാൻ വേണ്ടി ഞാൻ ഈ വണ്ടിയിൽ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ വണ്ടിയിൽ ഓഫ് റോഡ് ചെയ്യാൻ എങ്ങനെയുണ്ടെന്ന് പലരും ചോദിക്കുന്നുണ്ടായി. ഓഫ് റോഡ് ചെയ്യാൻ അടിപൊളിയാണ് എക്സ്പൾസ് 210. നമ്മൾ ചെറിയ ഓഫ് റോഡ്സ് മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ. അധികം ഓഫ് റോഡ്സിലേക്ക് ഇറക്കാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല. എന്നാലും ഞാൻ ഈ വണ്ടി കുറച്ച് ഓഫ് റോഡ് ഓടിച്ചിട്ടുണ്ട് ഇതിൻ്റെ മറ്റേ മീഡിയ റൈഡിൻ്റെ സമയത്ത്. അതുപോലെ നമ്മൾ ചതുരംഗപ്പാറ അങ്ങനത്തെ ടൈപ്പ് ഓഫ് റോഡ്സും പിന്നെ ഡെയിലി ഡീൽ ചെയ്യേണ്ട ഓഫ് റോഡ്സും കാര്യങ്ങളെല്ലാം ഈ വണ്ടിയിൽ ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ ഹാപ്പിയാണ്. നമുക്ക് കംഫർട്ടബിളായിട്ട് ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയ ഒരു മോട്ടോർ സൈക്കിൾ കൂടിയാണിത്. പിന്നെ ടൂറിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ വണ്ടിയെ വെച്ച് നോക്കുമ്പം ഇത് ഡുവൽ ചാനൽ ABS ആണ്. പഴയ വണ്ടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ബാക്ക് ബ്രേക്ക് നമ്മളൊരു പാനിക് സിറ്റുവേഷനിൽ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തെന്നി അടിച്ച് വീഴാനുള്ള ചാൻസ് കൂടുതലായിരുന്നു. ഫിഷ് ടൈൽ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. എക്സ്പൾസ് ഓടിക്കുന്നവർക്ക് എപ്പോഴെങ്കിലും ഒരു ഫിഷ് ടൈൽ കിട്ടാത്തവർ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഡുവൽ ചാനൽ ABS ആയതുകൊണ്ട് തന്നെ ആ ഫിഷ് ടൈൽ ചെയ്യുന്ന സീൻ മാറി കിട്ടിയിട്ടുണ്ട്. ഡുവൽ ചാനൽ ABS ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് ഉണ്ട് റോഡിൽ ഓടിക്കുന്ന സമയത്ത്. അപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും, അത് ഓഫ് റോഡ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടല്ലേ, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന. പഴയ വണ്ടിയിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്യൂസ് അയച്ചു വിട്ടിട്ട് ABS ഓഫാക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് ABS മോഡ്സ് ഉണ്ട്. അത് നമുക്ക് ഓഫ് റോഡിന് വേണ്ടി സെറ്റ് ചെയ്യാം. നമുക്ക് സിംഗിൾ ചാനൽ ABS ആയിട്ട് ഫ്രണ്ട് മാത്രം മറ്റേ ABS ഓണാക്കിയിട്ട് ബാക്ക് ABS ഇല്ലാത്ത രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ ഇനി അങ്ങനെയല്ല, നമുക്ക് ഫുള്ളായിട്ട് ABS വേണ്ട ഓഫ് ചെയ്യണമെങ്കിൽ അങ്ങനെ റാലി മോഡിലേക്ക് ഇട്ടിട്ട് ABS അങ്ങനെ നമുക്ക് ഓഫ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഓഫ് റോഡ് പോകാൻ ഈ വണ്ടി അടിപൊളിയാണ്. സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പഴയ എക്സ്പൾസ് സാധാരണ 204V ഒക്കെ ഉണ്ടല്ലോ, അത് വെച്ച് നോക്കുമ്പോൾ ഈ എക്സ്പൾസ് 210 സസ്പെൻഷൻ കുറച്ചും കൂടെ നൈസാണ്. നമുക്ക് ഈസി ആയിട്ട് പോട്ട് ഹോൾസും അതുപോലെ തന്നെ ബാഡ് ടെറൈൻസും ചെറിയ ഓഫ് റോഡ്സും നല്ല ഓഫ് റോഡ്സും ഒക്കെ ഈസിലി ആയിട്ട് ഈ ഒരു സസ്പെൻഷന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് പ്രത്യേകതയാണ്. മറ്റേ സസ്പെൻഷനും നല്ല സസ്പെൻഷനായിരുന്നു, പക്ഷേ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടെ ബെറ്റർ സസ്പെൻഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബട്ട് എക്സ്പൾസ് 204V Pro ഉണ്ടല്ലോ, നമ്മുടെ റാലി എഡിഷൻ, ആ ഒരു എക്സ്പൾസിൻ്റെ സസ്പെൻഷൻ വെച്ച് നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ സസ്പെൻഷൻ കുറച്ചും കൂടെ ഓഫ് റോഡ് ഓറിയൻറ്റഡ് സസ്പെൻഷനാണ്. ആ സസ്പെൻഷൻ ഓഫ് റോഡിന് വേണ്ടി ഉണ്ടാക്കിയ സസ്പെൻഷനാണ്. സോ ഒരു എക്സ്പൾസ് 4V Proയുടെ ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഇതിനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ എക്സ്പൾസ് 4V Proയുടെ ഓഫ് റോഡ് സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ അത് റോഡിൽ ഓടിക്കാൻ അത്ര അടിപൊളിയൊന്നുമല്ല. കോർണർ ചെയ്യുന്ന സമയത്ത് കയ്യിൽ നിന്ന് പോകാനും ആ ഒരു കംഫർട്ട് എപ്പോഴും നമുക്ക് സിറ്റിയിൽ ഓടിക്കുന്ന സമയത്ത് കിട്ടാനുമില്ല. അതേസമയം ഇതിന് ഓഫ് റോഡും ചെയ്യാം, സിറ്റിയും ചെയ്യാം, നമ്മുടെ ഹൈവേ ടൂറിങ്ങും ചെയ്യാം, മൗണ്ടൻസ് ഓടിക്കാനും സെറ്റാണ്. മറ്റേ വണ്ടി ഓഫ് റോഡിന് ഇതിനെ പൊട്ടിക്കുമായിരിക്കും, പക്ഷേ ബാക്കി എല്ലാ കാര്യത്തിലും ഇത് തന്നെയായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. എന്താണേലും 210ഉം റാലി സസ്പെൻഷൻ അടുത്ത് തന്നെ വരുന്നതാണെന്നാണ് നമ്മളോട് ഹീറോ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ആക്സസറീസ് വാങ്ങിച്ചിട്ട് ഇതൊരു ഓഫ് റോഡ് ഓറിയൻറ്റഡ് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റാലി സസ്പെൻഷൻ കയറ്റിയിട്ട് അങ്ങനെ യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഈ വണ്ടി കുറച്ച് നിന്ന് ഓടിക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഗ്രിപ്പ് ചെയ്യാനൊക്കെ ഒരു രസമുണ്ട്. എഴുന്നേറ്റ് നിന്ന് ഓടിക്കാനൊക്കെ ഈ വണ്ടി സെറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. പിന്നെ പഴയ എക്സ്പൾസിൽ നമ്മൾ ഓഫ് റോഡ് നല്ലൊരു കട്ട് ഓഫ് റോഡ് പോവാണ്, നല്ലൊരു സ്ലോപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ കയറുന്നതിൻ്റെ ഇടയിൽ എൻജിൻ ഫുൾ ത്രോട്ട് കൊടുത്താലും കയറാത്തൊരു സിറ്റുവേഷൻ വരുമായിരുന്നു. എൻജിൻ ഫുള്ള് തീർന്നു പോയി പിന്നെ കയറാത്തൊരു സിറ്റുവേഷൻ വരുമായിരുന്നു. ആ ഒരു സിറ്റുവേഷൻ ഇതിലില്ല. ഇത് കുറച്ചും കൂടെ കേപ്പബിളായിട്ട് ക്ലൈംബ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ഒരു ഇനീഷ്യൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ എക്സ്പൾസ് 200-നാണ് കിട്ടുന്നത് ആ ഇനീഷ്യൽ ത്രോട്ട് കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതിൻ്റെ പവർ ഡെലിവറി കുറച്ച് ലീനിയർ ആണെന്നും പറഞ്ഞാൽ അതൊരു ഓഫ് റോഡിൽ എഫക്റ്റ് ഒന്നും ചെയ്യുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള ടോർക്ക് ഉണ്ട്. മേ ബി ഒരു
നിങ്ങളൊരു റേസിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എക്സ്പൾസ് 200 Pro എടുക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലാതെ എക്സ്പൾസ് 200 Pro യൂസ് പോകുന്ന എല്ലാ ടെറൈൻസും ഇതിനും പോകാൻ പറ്റും. പക്ഷേ എൻ്റെ ഒരു റിവ്യൂ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ 4V Pro ആയിരിക്കും ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് 210 ബെറ്റർ. കാരണം അതിൻ്റെ സസ്പെൻഷൻ വെച്ച് മാത്രമാണ്. പക്ഷേ ആ സസ്പെൻഷൻ നമ്മൾ ഡെയിലി യൂസിനും നമ്മുടെ ടൂറിങ്ങിനും ഒക്കെ അത്ര നല്ല സസ്പെൻഷൻ അല്ല 4V Proയുടെ. സിറ്റി യൂസിനാണെങ്കിലും അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. ആ സമയം ഇത് എല്ലാം കൊണ്ടും കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനമാണ്. ഇതിനും നമ്മുടെ റാലി എഡിഷൻ വരും. റാലി എഡിഷൻ വന്നു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു 4V Proനേക്കാളും ബെറ്റർ സസ്പെൻഷൻ ആയിരിക്കും ഇതിന് കിട്ടാൻ പോകുന്നത്. ഇതാണ് എൻ്റെ ഓഫ് റോഡ് റിവ്യൂ. മൗണ്ടെയിൻസ് ഓടിക്കാൻ വേണ്ടി ഈ വണ്ടിയും കംഫർട്ടബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ പഴയ എക്സ്പൾസും കംഫർട്ടബിൾ ആണ്. 4Vയും കുഴപ്പമൊന്നുമില്ല. പക്ഷേ 4V നോക്കി അടിച്ചില്ലെങ്കിൽ 4V Pro മറ്റേ റാലി എഡിഷനും മൗണ്ടെയിൻസിൽ ഓടിക്കാൻ കുഴപ്പമൊന്നുമില്ല. നോക്കി ഓടിച്ചില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകുന്നേ ഉള്ളൂ. ആ സസ്പെൻഷൻ ഓഫ് റോഡിന് വേണ്ടി ഡിസൈൻ ചെയ്തതായതുകൊണ്ട് തന്നെ. പിന്നെ ഇതിൻ്റെ ഡുവൽ ചാനൽ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ സേഫർ കംഫർട്ടബിൾ ഫീലായിരിക്കും നിങ്ങൾക്ക് മൗണ്ടെയിൻസ് ഓടിക്കുമ്പോൾ കിട്ടുമ്പോൾ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീറ്റ്സൊക്കെ ഇതായിരിക്കും കുറച്ചും കൂടെ കംഫർട്ടബിൾ. അപ്പം എല്ലാം കൊണ്ടും എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത് 210 ആണ് 4Vനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ഡെയിലി സിറ്റി യൂസിനാണ്. ഡെയിലി സിറ്റി യൂസിന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് എക്സ്പൾസ് 200 4V ആയിരിക്കും നല്ലതെന്നാണ്. ഈ വണ്ടി കുഴപ്പമില്ല, പക്ഷേ എനിക്ക് അത്ര കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നില്ല ഇതിൻ്റെ സിറ്റി യൂസേജ്. ഡെയിലി സിറ്റി യൂസേജ് നമ്മൾ ഡെയിലി ട്രാഫിക്കിൻ്റെ ഇടയിൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഹീറ്റ് കാലിലടിക്കുന്നുണ്ട്. മേ ബി നിക്കറൊക്കെ ഇട്ട് ഓടിക്കുവാണെങ്കിൽ കുറച്ച് നല്ല രീതിയിൽ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഞാൻ അത്ര ഹീറ്റ് കൺസേൺഡ് അല്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ഈ ലോക്കൽ യൂസിൽ എടുക്കുന്ന സമയത്ത് നമ്മുടെ കാലിലേക്ക് ഹീറ്റ് അടിക്കുന്ന കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അതേപോലെ ഹീറ്റ് അടിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എസ്പെഷ്യലി നമ്മുടെ ലെഫ്റ്റ് ലെഗിൽ നല്ല രീതിയിൽ ചൂട് അടിക്കുന്നുണ്ട്. നമുക്കങ്ങനെ നിക്കറൊക്കെ ഇട്ട് നമുക്ക് സിറ്റി ട്രാഫിക്കിൽ ഓടിക്കുമ്പം അത്ര രസം ഉണ്ടാവില്ല. പിന്നെ ഇതിനകത്ത് 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഗിയർ റേഷ്യോസ് പഴയ എക്സ്പൾസ് വെച്ച് നോക്കുമ്പം ഡിഫറെൻ്റ് ആണ്. ഓക്കെയാണ് ഓടിക്കാൻ, അത്ര ടാസ്ക് ഒന്നുമില്ല. നമ്മൾ ഈ KTM അഡ്വഞ്ചർ 390 അങ്ങനത്തെ KTMൻ്റെ വണ്ടികൾ ഓടിക്കുന്ന പോലത്തെ ഒരു പ്രശ്നമില്ല. എന്നാലും ഒരു സിറ്റി യൂസ് എന്നുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു എക്സ്പൾസ് 200 പഴയ മോഡൽ തന്നെ ആയിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. റിഫൈൻമെൻറ്റ് കാര്യങ്ങളെല്ലാം ഇത് തന്നെയാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ സിറ്റിയിൽ ഓടിക്കുന്ന സമയത്ത് ഇത് ഇച്ചിരി അധികം മറ്റേത് വെച്ച് നോക്കുമ്പം ഹീറ്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഗിയറിങ് കുറച്ചും കൂടെ നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഗിയർ മാറ്റി കൊടുക്കണം. വലിയ ഇൻട്രൂസീവ് അല്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഗിയർ മാറ്റി കൊടുക്കണം. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഒരു സിറ്റി പർപ്പസ് ബൈക്ക് എന്നുള്ള രീതിയിൽ നോക്കുമ്പം 210നേക്കാളും എന്തുകൊണ്ടും ബെറ്റർ 200 ആണ്. സോ ഇതൊക്കെയാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഓൺ എക്സ്പൾസ് 210 4V210 പറഞ്ഞ് ഭയങ്കര കൺഫ്യൂഷൻ ആവുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. ബാക്കി ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന വണ്ടിയാണ് 4V Proയും ഉണ്ട്. അപ്പോൾ അത് വെച്ചൊക്കെ കമ്പയർ ചെയ്തിട്ടൊരു യൂസർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നൽകിയ ഒരു ഹോണസ്റ്റ് റിവ്യൂ ആണ് ഞാനിപ്പോൾ ഇത്രയും നേരം സംസാരിച്ചത്. ഇതൊക്കെയാണ് വണ്ടിയുടെ നല്ല കാര്യങ്ങൾ. ഇനി നമുക്ക് കുറച്ച് മോശം കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. നെഗറ്റീവ് റിവ്യൂ അല്ല, നെഗറ്റീവായിട്ട് തോന്നിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാം. നേരത്തെയും കഴിഞ്ഞ റിവ്യൂസിലും കാര്യങ്ങളിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ പലരും ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ എൻജിൻ സൗണ്ട് മാറിയിട്ടുണ്ടോയെന്ന്. എൻ്റെ വണ്ടി ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3500 കിലോമീറ്റേഴ്സ് അടുത്ത് ഓടിച്ചു. പക്ഷേ വണ്ടി വാങ്ങിച്ചപ്പോൾ ഉള്ള അതേ സൗണ്ട് തന്നെയാണ് ഈ വണ്ടിക്കുള്ളത്. ഇതിൻ്റെ എൻജിൻ സൈഡിൽ നിന്ന് എൻജിൻ്റെ സൗണ്ട് മാറിയതുപോലെയോ അല്ലെങ്കിൽ ടെൻഷനർ പോയതുപോലത്തെയോ കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വരുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ റൈറ്റ് നൗ ഇതുവരെ എനിക്കൊരു പ്രശ്നം വന്നിട്ടില്ല. മേ ബി എൻ്റെ റൈഡിങ് സ്റ്റൈല് നല്ലതായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഓവറായിട്ട് പുഷ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്മൂത്തായിട്ട് ഓടിക്കുന്നതുകൊണ്ടായിരിക്കാം ഇതുവരെ എൻജിൻ സൈഡിൽ നിന്ന് പ്രശ്നം വന്നിട്ടില്ല. ഇനി എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. എന്താണേലും വന്നാലും ഞാൻ അത്ര ടെൻഷനല്ല, കാരണം വണ്ടിക്ക് വാറണ്ടി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സർവീസ് സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇതുവരെ എനിക്ക് എൻജിൻ സൈഡിൽ നിന്ന് ഒരു ഇഷ്യൂവും വന്നിട്ടില്ല. ഓവറോൾ വണ്ടിക്ക് ഇതുവരെ എനിക്ക് ബ്രേക്ക് ഡൗണോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പല ആൾക്കാരുടെയും കൺസോളിന് ഇഷ്യൂ വന്നിട്ടുണ്ട്, കൺസോൾ അടിച്ചു പോയി എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളുടെ വണ്ടിയുടെ കൺസോളും പോയിട്ടുണ്ടായിരുന്നു. അതും കമ്പനി ഫ്രീ ഓഫ് കോസ്റ്റിൽ ചെയ്തു കൊടുത്തു. എൻ്റെ കൺസോളിന് ഇതുവരെ പ്രോബ്ലംസോ പ്രശ്നങ്ങളോ ഒന്നും വന്നിട്ടില്ല. പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്.
ഇതാണ് കൂടുതൽ ആൾക്കാരും ചോദിച്ചുകൊണ്ടിരുന്ന കാര്യം. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതുവരെ വന്നിട്ടുണ്ടോ? ഇതുവരെ എനിക്ക് പേഴ്സണലി എനിക്കൊരു പ്രശ്നങ്ങളും വന്നിട്ടില്ല. പക്ഷേ ഞാൻ കുറേ നെഗറ്റീവ് റിവ്യൂസും കുറേ വീഡിയോസും കാണുന്നുണ്ട്. കുറച്ച് കൺസേൺഡ് ആയിരുന്നു. പക്ഷേ ഇതുവരെ ഞാൻ ഈ വണ്ടി എടുത്തതിൽ 100% ഹാപ്പിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി ഓടിച്ച പിന്നെ എക്സ്പൾസ് 200 എനിക്കുണ്ട്, വേറെ വണ്ടിയുണ്ട്. പക്ഷേ അത് സ്റ്റോക്ക് വണ്ടി എനിക്ക് ഓടിക്കാനേ തോന്നുന്നില്ല. പക്ഷേ ഒരു റാലി പ്രോ ഒരു എക്സോസ്റ്റൊക്കെ ചെയ്ത് കുറച്ച് പണിത വണ്ടിയുണ്ട്, അത് ഓടിക്കാനിടയ്ക്ക് ഫീൽ തോന്നാറുണ്ട്. പക്ഷേ സ്റ്റോക്ക് എക്സ്പൾസ് ഈ വണ്ടി ഓടിച്ച പിന്നെ ഓടിക്കാൻ എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സത്യസന്ധമായിട്ടുള്ള ഫീഡ്ബാക്ക്. ഞാൻ കംപ്ലീറ്റ്ലി ഹാപ്പിയാണ് ഈ വണ്ടി എടുത്തതിൽ. ഞാനിപ്പം ഊട്ടിയിൽ പോയി തിരിച്ച് വന്നു. ഇപ്പം ഐ എം ജസ്റ്റ് എൻജോയിങ്. ഇങ്ങനെ ഒന്ന് എൻജോയ് ചെയ്ത് എനിക്ക് പഴയ എക്സ്പൾസിൽ റൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഗാർഡ് സെഷനിലൊക്കെ ഇത് നല്ല രീതിയിൽ നമുക്ക് ഒരു ഫീലും ഫീഡ്ബാക്കും എക്സ്പീരിയൻസും ആ പവറും ഒക്കെ തരുന്നുണ്ട്. ആൻഡ് ഓവറോൾ ഇതിൻ്റെ ലുക്കും കാര്യങ്ങളും ഒക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ആ കളർ കോമ്പിനേഷൻ, എസ്പെഷ്യലി ഈ ബ്ലൂ ആൻഡ് വൈറ്റ് കളറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് മറ്റേ കളറിനേക്കാളും. ഭയങ്കര ഒരു രസമുണ്ട് കാണാനായിട്ട്. നമ്മളിങ്ങനെ വണ്ടി ഓരോ ഫ്രെയിമിൽ കൊണ്ടുവെക്കുമ്പം ആ ഒരു ഭംഗി നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ നെഗറ്റീവ് സംസാരിക്കണമെന്ന് പറഞ്ഞു വന്നിട്ട് ഫുൾ പോസിറ്റീവാണ് സംസാരിക്കുന്നത്. അപ്പം നിങ്ങൾ ചോദിച്ച 2 പ്രശ്നങ്ങളും എൻ്റെ വണ്ടിക്ക് വന്നിട്ടില്ല. എനിക്കിതുവരെ ബ്രേക്ക് ഡൗൺ സംഭവിച്ചിട്ടില്ല, ഇതിൻ്റെ കൺസോളിന് പ്രശ്നം വന്നിട്ടില്ല, ഈ എൻജിൻ്റെ നോയ്സ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. എനിക്ക് സംഭവിക്കത്തില്ലാത്തത് കൊണ്ട് ബാക്കി ആർക്കും സംഭവിക്കില്ല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പം ബാക്കിയുള്ളവർക്ക് പ്രശ്നം വരുമായിരിക്കും. പക്ഷേ അത്ര വറീഡ് ആവേണ്ട ആവശ്യമില്ല. യു ക്യാൻ ഗോ ടു ദ സർവീസ് സെൻറ്റർ ആൻഡ് സെറ്റാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നല്ലൊരു സർവീസ് സെൻറ്റർ കണ്ടുപിടിക്കുക, അതാണ് ചെയ്യേണ്ടത്. ആൻഡ് ഐ തിങ്ക് നമ്മൾ മര്യാദയ്ക്കൊക്കെ ഓടിക്കുകയാണ്. നമ്മളൊരു 80, 90, 100 ഓടിക്കുകയാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് പുഷ് ചെയ്യും, അല്ലെങ്കിൽ സ്മൂത്തായിട്ടാണ് ഓടിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ബ്രേക്ക് ഡൗണോ കാര്യങ്ങളോ ഇതുവരെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഈ വണ്ടിയിൽ. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ള കാര്യം. കുറേ ആൾക്കാർ ചോദിക്കുന്ന കാര്യം ഇതാണ്. അപ്പോൾ പേഴ്സണലി ഞാൻ ഹാപ്പിയാണ്. ഇനി ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ, ഈ വണ്ടിയിൽ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തിയേനെ എന്ന് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന് ഇതിൻ്റെ ടയേഴ്സാണ്. പഴയ എക്സ്പൾസിന് സിയറ്റിൻ്റെ ടയേഴ്സായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ആ സെയിം സൈസിലുള്ള ടയേഴ്സ് തന്നെ TVS യൂറോ ഗ്രിപ്പിൻ്റെ ടയേഴ്സാണ് ഈ വണ്ടിക്ക് കൊടുക്കുന്നത്. TVS യൂറോ ഗ്രിപ്പിൻ്റെ ടയേഴ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പോരാ ഈ വണ്ടിയിൽ. വേറെ വണ്ടിയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഈ വണ്ടിയിൽ അത്ര പോരാ. ഒട്ടും ഗ്രിപ്പ് നമുക്ക് തരുന്നില്ല. എസ്പെഷ്യലി നമ്മൾ ഓഫ് റോഡ് പോകുന്ന സമയത്ത് ഗ്രിപ്പ് ഒട്ടും തരുന്നില്ല. അതുപോലെ തന്നെ വെറ്റ് ഗ്രിപ്പും അത്ര പോരാ ഈ ടയർ സിയറ്റ് ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നല്ല എക്സ്പീരിയൻസ് ഈ വണ്ടിക്ക് തരാൻ കഴിഞ്ഞേനെ എന്ന് എനിക്ക് തോന്നി. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് അപ്ഗ്രേഡ് ഇനി നെക്സ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയേഴ്സ് മാറ്റുക എന്നുള്ളതാണ്. ഇപ്പം 3396 കിലോമീറ്റേഴ്സ് ഇപ്പോൾ വണ്ടി ഓടി. എനിക്ക് വന്നിട്ട് 10,000 15,000 ആകുമ്പോഴേക്ക് ഈ ടയേഴ്സ് മാറുമ്പം ഞാൻ എന്തായാലും റേസ് മോട്ടോയുടെ ടയറോ അല്ലെങ്കിൽ നമ്മുടെ സിയറ്റിൻ്റെ ടയേഴ്സിലേക്ക് മാറുന്നതായിരിക്കും. കാരണം ഈ വണ്ടിയിലെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് ഇതിൻ്റെ ടയേഴ്സ് തന്നെയാണ്. ടയേഴ്സ് ശോകമായതുകൊണ്ട് തന്നെ നമുക്ക് ഓഫ് റോഡ് മഴയത്തൊക്കെ പോകുന്ന സമയത്ത് നല്ല രീതിയിൽ തെന്നുന്നുണ്ട്. അതുപോലെ തന്നെ ആ ബ്രേക്കിൻ്റെ ആ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുന്നില്ല. ബ്രേക്സ് കുറച്ചും കൂടെ നല്ല ഗ്രിപ്പുള്ള ടയറാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ഫീഡ്ബാക്ക് കിട്ടിയേനെ എന്ന് തോന്നുന്നു. പിന്നെ ഇതിന് വരുന്നത് സെയിം എക്സ്പൾസ് 200 4WD 200ൻ്റെയൊക്കെ അതേ ബ്രേക്കിംഗ് സിസ്റ്റം തന്നെയാണ്. എല്ലാം ഡിസ്കും എല്ലാ സംഭവമൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് ഇത്രയും പവർ കൂടിയിട്ടും ആ സെയിം ഒരു ബ്രേക്ക് കൊടുക്കുന്നതിനേക്കാളും നല്ലത് കുറച്ചും കൂടെ ബെറ്റർ ഡിസ്കൊക്കെ കൊടുത്തിട്ട് കുറച്ചും കൂടെ ബെറ്റർ ബ്രേക്കിംഗ് ആയിരുന്നെങ്കിൽ നന്നായതിനെന്ന് തോന്നി. പക്ഷേ ഐ എം ആക്ച്വലി ഓക്കെ വിത്ത് ദിസ് ബ്രേക്സ്. എൻ്റെ സ്പീഡിൽ എൻ്റെ ഒരു റൈഡിങ് ഇതിൽ ഈ ബ്രേക്സ് റൈഡിന് ഓക്കെയാണ്. ഫ്രണ്ട് ബ്രേക്കേ കാര്യമുള്ളൂ, ബാക്ക് ബ്രേക്ക് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് പൊതുവേ എല്ലാ വണ്ടികൾക്കും ഇപ്പം ബാക്ക് ബ്രേക്ക് കുറവാണ്. കാരണം അപ്പോൾ കുറച്ച് ബ്രേക്ക് കുറച്ചും കൂടെ ബെറ്റർ ആക്കിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ. അതിനുവേണ്ടി നമ്മളെപ്പോഴും ടയർ മാറാൻ നോക്കുക. ടയറാണ് എനിക്ക് ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് തോന്നിയ കാര്യം. പിന്നെ എടുത്ത് പറയേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വിച്ചസ് ഇനീഷ്യലി വാങ്ങിച്ച സമയത്ത് കുറച്ച് സ്റ്റക്ക് ആവുമായിരുന്നു. ഞെക്കുന്ന സമയത്ത് സ്വിച്ച് ഉള്ളിലേക്ക് കയറിയിരിക്കുക, ഈ ജോയിസ്റ്റിക് സ്വിച്ചസ് പിന്നെ തിരിച്ച് വരാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. സ്വിച്ചസിൻ്റെ ക്വാളിറ്റി കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നെങ്കിൽ നന്നായിനെ എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഈ സ്വിച്ചസ് മാറ്റിയൊന്നുമില്ല, പിന്നെ ഓട്ടോമാറ്റിക്കലി ഞെക്കി അത് റെഡിയായി. ഇപ്പം അങ്ങനത്തെ പ്രശ്നമില്ല. പിന്നെ കൺസോൾ ഈസ് റിയലി ഗുഡ്, നല്ല കൺസോളാണ്. പക്ഷേ ദ പ്രോബ്ലം വിത്ത് ദ കൺസോൾ ഈസ് ഇപ്പോൾ സൂര്യൻ അവിടെയാണ്, അതുകൊണ്ട് ഇപ്പോൾ കറക്റ്റായിട്ട് കാണാൻ പറ്റും. പക്ഷേ സൂര്യൻ പുറകിലാണെങ്കിൽ ഈ കൺസോൾ റിഫ്ലക്ഷൻ ആയിരിക്കും, നമുക്ക് ഒന്നും കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. ഫുള്ള് ബ്ലാക്ക് ആയിട്ടിരിക്കുന്ന പോലെ ആയിരിക്കും നമുക്ക് തോന്നുന്നത്. ക്യാമറയിൽ എനിക്കത് എത്രമാത്രം കാണിക്കാൻ കഴിയുമെന്നറിയില്ല. പഴയ ഫൂട്ടേജസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്ത് കാണിക്കാം.
അപ്പോൾ ഒന്നും കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് നമ്മൾ ഈ വെയിലത്തൊക്കെ ഓടിക്കുന്ന സമയത്ത്. അത് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ എടുത്തു പറയേണ്ട വേറെ കാര്യം നമ്മുടെ പില്ലിയൻ സീറ്റാണ്. പഴയ എക്സ്പൾസ് പോലെ തന്നെ പുതിയ എക്സ്പൾസിൻ്റെയും പില്ലിയൻ സീറ്റിൽ വലിയ മാറ്റങ്ങളൊന്നും അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ കംഫർട്ടൊന്നുമില്ല പില്ലിയൻ സീറ്റിൽ യാത്ര ചെയ്യാനായിട്ട്. ലോങ് ഡ്രൈവ്സ് ഒന്നും ഞാൻ പില്ലിയൻ സീറ്റിൽ ആളെ ഇരുത്തി പോകാൻ റെക്കമെൻഡ് ചെയ്യൂല എക്സ്പൾസ് 210. ഒന്ന്, എൻജിൻ സ്ട്രെസ്ഡ് ആവും, പുറകിലിരിക്കുന്ന ആൾക്ക് കംഫർട്ടും ഉണ്ടാവില്ല, നമ്മുടെ ജേണിയും ഒരു രസം ഉണ്ടാവില്ല. അതൊക്കെ കൊണ്ട് എപ്പോഴും ബെറ്റർ ഇതൊരു സിംഗിൾ മോട്ടോർ സൈക്കിളായിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ഉപയോഗിക്കുക, പുറകിൽ ലഗേജ് വെക്കുക, ട്രാവൽ ചെയ്യുക. അതിന് പറ്റിയൊരു മോട്ടോർ സൈക്കിളായിട്ടാണ് എനിക്ക് എക്സ്പൾസ് 210 ഫീൽ ചെയ്തേക്കുന്നത്. പിന്നെ വേറെ എടുത്ത് പറയേണ്ട നെഗറ്റീവ് സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻജിൻ ഹീറ്റാണ്. അത്യാവശ്യം നല്ല രീതിയിൽ എൻജിൻ ഹീറ്റ് ലെഫ്റ്റ് ലെഗിൽ നന്നായി അടിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ ആക്ച്വലി അത്ര വലിയ കൺസേൺഡ് അല്ല ഇങ്ങനത്തെ ഹൈവേസ് ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ മൗണ്ടൻസ് ഓടിക്കുമ്പോൾ. നല്ല കാറ്റ് കിട്ടുന്ന വഴികളിലാണ് ഞാൻ കൂടുതൽ വണ്ടി ഓടിക്കാറ്. അപ്പം അത്രമാത്രം ഹീറ്റൊന്നും ഫീൽ ചെയ്യില്ല. ബട്ട് വൺസ് യു ഗെറ്റ് ഇൻ ടു സിറ്റി ട്രാഫിക് നമുക്കത് ഫീൽ ചെയ്യും. ഞാൻ സിറ്റി ട്രാഫിക്കിൽ പോകുമ്പോൾ ഇതേപോലത്തെ ഒരു കോലമാകുമ്പോൾ ഓൾറെഡി ഹീറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഇതും കൂടെ അടിക്കുമ്പോൾ അത് അറിയാൻ പറ്റുന്നുണ്ട്. അതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികൾക്കും എനിക്ക് കിട്ടാറുണ്ട്. ഞാൻ എൻജിനിൽ ഹീറ്റ് അല്ലാണ്ട് പിന്നെ തണുപ്പ് വരില്ലല്ലോ, അതുകൊണ്ട് ഞാനത് അത്ര വലിയ കൺസേൺഡ് അല്ല. പിന്നെ വേറെ എനിക്ക് തോന്നിയെന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റ് സർവീസ് 1000 കിലോമീറ്ററിലായിരുന്നു. ഞാൻ കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളാണല്ലോ ഇത്. അപ്പോൾ അതിൻ്റെ ബില്ല് കുറച്ച് അഫോർഡബിൾ ആയിരിക്കും എന്നാണ് കരുതിയത്. അഫോർഡബിൾ തന്നെ 1700 റുപ്പീസാണ് ഫസ്റ്റ് സർവീസ്. 1000 റുപ്പീസിൻ്റെ 1000 കിലോമീറ്ററിൻ്റെ സർവീസിന് വന്നത്. ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. ഞാനൊരു ഫസ്റ്റ് സർവീസൊക്കെ പൈസ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് ഇരുന്നത്. അപ്പോൾ 1700 രൂപ കൊടുക്കേണ്ടി വന്നു. അത് കുറച്ച് എക്സ്പെൻസീവ് ആണോ അല്ലയോ എന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്താൽ മതി. എനിക്ക് കുറച്ച് എക്സ്പെൻസീവായിട്ട് തോന്നി. എൻജിൻ ഓയിലിനൊക്കെ എത്ര വിലയുണ്ടാ 210. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നെഗറ്റീവായിട്ട് പേഴ്സണലി ഫീൽ ചെയ്തേക്കുന്നത്. പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെഡ്ലൈറ്റ് പഴയ എക്സ്പൾസിൻ്റെ ഹെഡ്ലൈറ്റ് തന്നെയാണ്. ആക്ച്വലി ഞാൻ എല്ലാ ജനറേഷൻ ഓഫ് എക്സ്പൾസ് യൂസ് ചെയ്തത് കൊണ്ട് പറയാണ്, പഴയ എക്സ്പൾസിൻ്റെ ഹെഡ്ലൈറ്റ് വെച്ച് ഈ എക്സ്പൾസിൻ്റെ ഹെഡ്ലൈറ്റ് ബെറ്റർ ആയിട്ടുണ്ട്. 4V OBD2 അതേ ഹെഡ്ലൈറ്റ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. വിച്ച് ഇസ് ആക്ച്വലി ഓക്കെ. ഞാൻ കഴിഞ്ഞ ദിവസം രാത്രിയൊക്കെ ഓടിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല. പണ്ടത്തെ എക്സ്പൾസിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഒരു ഫോഗ് ലൈറ്റ് അല്ലെങ്കിൽ ഓക്സിലറി ലൈറ്റ് ഈ വണ്ടിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അത്ര കിടിലൻ വെളിച്ചം എന്നൊന്നും പറയാനില്ല, പക്ഷേ ഓക്കെയാണ്. മോശം ഹെഡ്ലൈറ്റ് ഒന്നും പറയാൻ പറ്റില്ല, എന്നാൽ അത്ര നല്ല ഹെഡ്ലൈറ്റ് ഒന്നും പറയാൻ പറ്റില്ല. എപ്പോഴും നമ്മൾ ഈ ഒരു എക്സ്പൾസ് എടുക്കുമ്പം ഒരു ഓക്സിലറി ലൈറ്റ് വെക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഇതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മോട്ടോർ സൈക്കിളാണ് മാറിയിരിക്കുകയാണ് എക്സ്പൾസ് 210. നമുക്ക് അത്യാവശ്യം ലോങ് കൊണ്ടുപോകാം, ഓഫ് റോഡ് കൊണ്ടുപോകാം. സിറ്റി യൂസ് ഇച്ചിരി ശോകമാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ യൂസ് ചെയ്യാം. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ ഇതിൻ്റെ ടെക്നോളജി, അതിൻ്റെ ഫീച്ചേഴ്സ്, കാര്യങ്ങൾ, ചാസി, സസ്പെൻഷനൊക്കെ, പെയിൻറ്റ് സ്കീമെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു റൈഡർ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോറർ എന്ന രീതിയിൽ ഈ വണ്ടി ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ലഗേജൊക്കെ വെച്ച് അത്യാവശ്യം നല്ല ടൂറിങ് കാര്യങ്ങളൊക്കെ അടിക്കാം. ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കണമെങ്കിൽ നമുക്കത് അടിക്കാം. അതല്ല നമുക്കിപ്പോൾ വണ്ടി ട്രെയിനിൽ കാര്യങ്ങളൊക്കെ കയറ്റി വിടണമെങ്കിലും ഭയങ്കര ചീപ്പർ റേറ്റിൽ നമുക്ക് കയറ്റി വിടാൻ പറ്റും. ഹിമാലയൻ ഇതൊക്കെ കയറ്റി വിടുന്ന സമയത്ത് നല്ല പൈസ വരും ട്രെയിനിൽ. ഇത് CC കുറവായതുകൊണ്ടും വെയിറ്റ് കുറവായതുകൊണ്ടും നമുക്ക് അത്ര പൈസയൊന്നും വരില്ല. നമുക്ക് ഈസി ആയിട്ട് വണ്ടി കൊണ്ട് ചെല്ലാം, വണ്ടി ഇറക്കാം, ട്രാവൽ ചെയ്യാം. ചെറിയ വീഴ്ചകൾ വീണാലും വലിയ പ്രശ്നമില്ല. ആൻഡ് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് അടിപൊളിയാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. കേൾക്കാൻ പറ്റുമോ എന്നറിയില്ല, കേൾപ്പിച്ചു തരാം.
സോ ബേസിക്കലി വണ്ടി ഇതാണ് സംഭവം, രസമാണ് ഓടിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ പോയി വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങളുടെ ജീവിത സാഹചര്യം എങ്ങനെയാണ്, നിങ്ങളുടെ വർക്കിംഗ് പാറ്റേൺ എങ്ങനെയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് വണ്ടി ഓടിക്കാൻ ആഗ്രഹമുള്ള വ്യക്തിയാണ്, അതനുസരിച്ചിരിക്കും വണ്ടി എന്നുള്ളൊരു കോൺസെപ്റ്റ്. ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന വണ്ടികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വണ്ടികൾ എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അത് മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ്. സോ എന്താണേലും നിങ്ങൾ വണ്ടി എടുക്കുന്നതിന് മുമ്പ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. ആൻഡ് ഞാൻ നിങ്ങളോട് ഒരിക്കലും പഴയ എക്സ്പൾസ് ഒന്നും എടുക്കാൻ പറയില്ല. ഈ എല്ലാ എക്സ്പൾസ് ഉള്ള വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പറയാം, ഒരിക്കലും നിങ്ങളിപ്പോൾ ഒരു പുതിയ വണ്ടി എടുക്കാൻ നിൽക്കുകയാണ്, പഴയ എക്സ്പൾസ് ആണ് നല്ലതെന്നൊന്നും പറഞ്ഞ് പഴയ എക്സ്പൾസ് ഒന്നും എടുക്കരുത്. എടുക്കുമ്പോൾ ഇത് തന്നെയാണ് എനിക്ക് ബെറ്റർ ഓപ്ഷനായിട്ട് തോന്നിയേക്കുന്നത്. ഹാൻഡ്ലിംഗ് ആണെങ്കിലും, റൈഡിങ് കംഫർട്ട് ആണെങ്കിലും, പവർ ആണെങ്കിലും, ഫീച്ചേഴ്സ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. ഒരു അഫോർഡബിൾ ആയിട്ടുള്ള മോട്ടോർ സൈക്കിളാണ്. ഈ പ്രൈസിന് ഇത്രയും ഫീച്ചേഴ്സും ഇത്രയും കേപ്പബിൾ ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിൾ റൈറ്റ് നൗ നമ്മുടെ മാർക്കറ്റിലില്ല. മെയിൻറ്റെയിൻ ചെയ്ത് നടക്കാനാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത വണ്ടിയാണ്. പാർട്സ് ആൻഡ് ആക്സസറീസ് ഒക്കെ ഈസിലി അവൈലബിൾ ആണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് എൻ്റെ ഒരു ഹോണസ്റ്റ് ഫീഡ്ബാക്ക്, ഹോണസ്റ്റ് റിവ്യൂ. ഇതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. സോ ഇതിൻ്റെ മൈലേജ് എത്ര കിട്ടുമെന്ന് എനിക്ക് അറിയില്ല, പക്ഷേ ഐ തിങ്ക് നന്നായിട്ട് ഓടിച്ച് കഴിഞ്ഞാൽ ഒരു 50 km/L വരെ മൈലേജ് കിട്ടാം. ആൻഡ് അതേസമയം നമ്മൾ പൊളിച്ചോടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 30-35 km പോവുകയും ചെയ്യാം. എന്താണെങ്കിലും ഒരു ടാങ്ക് ടു ടാങ്ക് മൈലേജ് ടെസ്റ്റ് ഞാൻ അടുത്ത ദിവസങ്ങളിൽ സെറ്റാക്കിയിട്ട് അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ചെറിയൊരു വ്ളോഗാണോ വലിയ വ്ളോഗാണെന്ന് അറിയില്ല, കുറേ സംസാരിച്ചു, നന്നായിട്ട് ഇതായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ജെന്യൂനായിട്ട് തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായമുണ്ട്, നിങ്ങൾ വണ്ടി ഇപ്പം ഓക്കെ ഇനി നിങ്ങൾ പല ആൾക്കാരും വണ്ടി വാങ്ങിച്ചിട്ടുണ്ടാവുമല്ലോ, അവർക്ക് മോശമായിട്ടുള്ള എക്സ്പീരിയൻസോ നല്ലതായിട്ടുള്ള എക്സ്പീരിയൻസോ, അവർ ഹാപ്പിയാണോ ഹാപ്പി അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പം വണ്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോ മാത്രം കാണേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് പോയിട്ട് കമൻസും കൂടെ വായിച്ചിട്ട് ആ ഒരു പ്രോപ്പർ ഫീഡ്ബാക്ക് കിട്ടുന്നതായിരിക്കും. So this is Yasin Mohammed signing off from this vlog, and if you like this ഈ വ്ളോഗൊക്കെ ഇഷ്ടപ്പെട്ടു, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്കൊക്കെ വളരാൻ പറ്റുള്ളൂ, വളർന്നാലേ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ശരി, ബൈ ബൈ.